പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ആത്മനിറവിൻ്റെ നവയുഗം എന്ന പുതിയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരമ്പരയിലെ ഒന്നാമത്തെ എപ്പിസോഡിൽ ദൈവാത്മനിറവോടെ ആനന്ദപൂർണമായ ജീവിതം നയിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും എന്ന് വ്യക്തമാക്കുകയാണ്. ദൈവവചനം നിരന്തരം ധ്യാനിച്ച് സഭയുടെ ആരാധനക്രമത്തിൽ സജീവമായി ഉൾച്ചേർന്ന് ജീവിക്കുന്നവർക്കാണ് ഈ ആത്മനിറവിൻ്റെ നവയുഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. ക്രിസ്തീയ ആധ്യാത്മികതയുടെ മിസ്റ്റിക്കൽ സ്വഭാവവും ധ്യാനാത്മക ശൈലിയും മനസ്സിലാക്കി വചനാനുസൃത ജീവിതവും ആരാധനക്രമപരമായ ജീവിതവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിസ്റ്റിക്കൽ ധ്യാന മാർഗമാണ് നമ്മെ ആത്മനിറവിൻ്റെ ജീവിതം നയിക്കാൻ സഹായിക്കുന്നത്. ആഴമായ ദൈവാനുഭവത്തിലേക്കും ക്രിസ്തീയ ആനന്ദത്തിലേക്കും നയിക്കാൻ സഹായകമായ വചനഭാഗങ്ങൾ നിരന്തരം ധ്യാനിച്ച് ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് തീർച്ചയായും ആത്മനിറവിൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കും. മിസ്റ്റിക്കൽ മാർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബിബ്ലിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ ട്രിനിറ്റേറിയൻ മിസ്റ്റിസിസമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് നയിക്കുന്ന വചനാധിഷ്ഠിതവും ആരാധനക്രമപരവുമായ ജീവിതം. ഈ മിസ്റ്റിക്കൽ മാർഗത്തിലേക്കാണ് നാം അനുദിനം വളരാൻ പരിശ്രമിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥം നാം പരിശോധിക്കുമ്പോൾ നിരന്തരമായ വചനധ്യാനത്തിലൂടെ ക്രിസ്തീയ സൗഭാഗ്യത്തിലേക്കും ആനന്ദപൂർണമായ ഒരു ജീവിതത്തിലേക്കും നമുക്ക് വളരാൻ സാധിക്കും. വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കുക. പിതാവായ ദൈവം തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നമുക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നാം മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നമ്മൾ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പസ്തോലന്മാരും സുവിശേഷകന്മാരും വഴി അറിയിച്ചിട്ടുള്ള രക്ഷയുടെ ഈ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. 1 പത്രോസ് 1 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദൈവദൂതന്മാർ പോലും കൊതിക്കുന്ന രക്ഷയുടെ രഹസ്യങ്ങളിലേക്ക് വളരുകയാണ് നമ്മുടെ യഥാർത്ഥ സൗഭാഗ്യം. ഈ രക്ഷയുടെ രഹസ്യങ്ങളിലേക്ക് നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെയും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലൂടെയും നമുക്ക് വളരാവുന്നതാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 11 27-28 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അതായത് യേശുവിൻ്റെ അമ്മയാകുവാൻ പരിശുദ്ധ മറിയത്തിന് ലഭിച്ച ഭാഗ്യം വലുതാണ്. എന്നാൽ വിശ്വാസപൂർവം വചനം സ്വീകരിച്ച് അത് പാലിച്ച് ജീവിക്കുന്നത് ഇതിനേക്കാൾ, യേശുവിൻ്റെ അമ്മയാകുന്നതിനേക്കാൾ വലിയ മഹത്തായ ഭാഗ്യമാണ് എന്ന് യേശു പറയുന്നു. യേശുവും യേശുവിലൂടെ കരഗതമായ രക്ഷയുമാണ് ക്രിസ്തീയ സൗഭാഗ്യത്തിനും ആനന്ദത്തിനും അടിസ്ഥാനമായി നിൽക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുകയും ദൈവഭയമുള്ളവരായിരിക്കുകയും ചെയ്യുക. അവിടുത്തെ വചനം സ്വീകരിക്കുകയും വചനം പാലിക്കുകയും ചെയ്യുക. വചനമനുസരിച്ച് ജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച്
അങ്ങിൽ ശരണം വെച്ച് ജീവിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവരും കർത്താവിൽ ശരണം വയ്ക്കുന്നവരും കർത്താവിൽ ശക്തി കണ്ടെത്തിയവരും ഭാഗ്യവാന്മാരെന്ന് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ചു പറയുന്നുണ്ട്. സങ്കീർത്തനം 34:8, 40:4, 84:12, 2:12. സങ്കീർത്തനം 146:5 പറയുന്നു, ദൈവം തുണയായിട്ടുള്ളവനും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനും ഭാഗ്യവാൻ. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളവർ എന്ന് സങ്കീർത്തനം 144:15, 33:12 പറയുന്നു. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണെന്ന് സുഭാഷിതങ്ങൾ 3:13 പറയുന്നു. ഇപ്രകാരം യേശുവിലുള്ള വിശ്വാസത്തിലൂടെ അങ്ങിൽ ശരണപ്പെട്ട് വചനമനുസരിച്ച് ജീവിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുന്നവർ ആത്മനിറവിൻ്റെ ജീവിതത്തിലേക്ക് വളരും. ഈ ആത്മനിറവിൻ്റെ ജീവിതത്തിലേക്ക് വളരാനുള്ള മാർഗമാണ് മിസ്റ്റിക്കൽ ധ്യാന മാർഗം. ക്രിസ്തീയ ആധ്യാത്മികത അടിസ്ഥാനപരമായും മിസ്റ്റിക്കൽ സ്വഭാവമുള്ളതാണ്. അതുപോലെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ധ്യാനാത്മക ശൈലിയും വളരെ പ്രധാനപ്പെട്ടതാണ്. മിസ്റ്റിക്കൽ മാർഗത്തിലൂടെ ധ്യാനാത്മകമായ ഒരു ജീവിത ശൈലിയിലൂടെ മുന്നേറുന്നവർക്ക് ആത്മനിറവിൻ്റെ നവയുഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവരുടെ ജീവിതങ്ങൾ ആത്മനിറവിൻ്റെ ഒരു പുതുയുഗം സംജാതമാക്കുന്നതിന് ഇടയാക്കും. സ്വയം ആത്മനിറവിൻ്റെ ജീവിതത്തിലേക്ക് വളരാമെന്ന് മാത്രമല്ല, തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ വിശുദ്ധീകരിച്ച് രൂപാന്തരീകരിച്ച് ദൈവവുമായി ഐക്യപ്പെടുത്തി ആത്മനിറവിൻ്റെ നവയുഗത്തിന് അടിസ്ഥാനമിടാൻ ഇപ്രകാരം മിസ്റ്റിക്കൽ ധ്യാന മാർഗത്തിലൂടെ മുന്നേറുന്നവർക്ക് സാധിക്കും. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, അതിനാൽ നമുക്ക് മിസ്റ്റിക്കൽ മാർഗത്തിലൂടെ നിരന്തരം വചനം ധ്യാനിച്ച് നല്ല ഒരുക്കത്തോടെ സജീവമായി ആരാധനയിൽ ഉൾച്ചേർന്ന് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ആത്മനിറവിൻ്റെ ഒരു നവയുഗത്തിലേക്കും യുഗാന്ത പൂർത്തീകരണത്തിലേക്കും വഴിയൊരുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ക്രിസ്തീയ ആധ്യാത്മികതയുടെ മിസ്റ്റിക്കൽ സ്വഭാവത്തിനും ധ്യാനാത്മക ശൈലിക്കും പ്രത്യേക പ്രാധാന്യം നാം നൽകണം. ഇപ്രകാരം ഒരു ജീവിത ശൈലിയിലേക്ക് അനുദിനം വളരാൻ ജീവൻ്റെ വചനവും ജീവൻ്റെ അപ്പവും ഭക്ഷിച്ച് നമുക്ക് നിരന്തരം വളരാൻ പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.